അനന്തപുരം നായർ സമാജം 147ാമത് മന്നം ജയന്തി ദിനാഘോഷം തിരുവനന്തപുരം ഹോട്ടൽ റീജൻസിയിൽ ആഘോഷിക്കുകയുണ്ടായി. ചടങ്ങിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TKA നായർ വിളക്ക് കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. വിശ്വാധാരം ഗഗനസദൃശം മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃത്യാന ഗമ്യം വന്ദേ വിഷ്ണും വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം ശ്രീ വിചാരബിന്ദു ശ്രീകുമാർ ഡൈസിനോട് യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി P. ദിനകരൻ പിള്ളയെ ക്ഷണിക്കുന്നു. നായർ സമുദായത്തിൻ്റെ ആചാര്യനായിരുന്ന മന്നത്ത് ശ്രീ പത്മനാഭൻ്റെ 147ാം ജയന്തി സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. മന്നം ജയന്തിയുടെ പ്രത്യേകതയും മന്നത്ത് പത്മനാഭൻ്റെ ചരിത്രപരമായ കാര്യങ്ങളുമെല്ലാം നമ്മുടെ ബഹുമാന്യനായ അധ്യക്ഷൻ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ഒറ്റ വാക്യത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ ശ്രീ VK മോഹൻ അവറുകളാണ്. അദ്ദേഹത്തെ അനന്തപുരം നായർ സമാജത്തിന് വേണ്ടി ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഉദ്ഘാടനം മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഏറെ ആദരണീയനായ ബഹുമാന്യനായ ശ്രീ TKA നായർ സാർ അവറുകളാണ്. അദ്ദേഹം മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അതിലുപരി വളരെ സധൈര്യം തീരുമാനങ്ങളെടുത്ത് ചില കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് എന്നും മുന്നിൽ നിന്നിട്ടുള്ള ശ്രീ TKA നായർ സാറിൻ്റെ സിവിൽ സർവീസ് സേവനങ്ങൾ സ്മരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തത് ഈ മന്നം ജയന്തി സന്ദേശം നൽകുന്നതിലൂടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ വട്ടിയൂർക്കാവ് രവി XMLA അവറുകളാണ്. അദ്ദേഹത്തെ അനന്തപുരം നായർ സമാജത്തിനും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ വിചാരബിന്ദു ശ്രീകുമാർ സമാജത്തിൻ്റെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് മായ വിശ്വനാഥാണ്. ഞാൻ ഒരു മുഖവുരയുടെ യാതൊരുവിധ ആവശ്യവുമില്ല. മലയാള സിനിമാ രംഗത്ത്, സീരിയൽ രംഗത്ത്, സാംസ്കാരിക രംഗത്തെല്ലാം അറിയപ്പെടുന്ന മായ വിശ്വനാഥിനെ വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി അനന്തപുരം നായർ സമാജത്തിന് വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തതായി ബിന്ദു നായരാണ്. കഴിഞ്ഞ 23 വർഷങ്ങളായി അഭിനേത്രിയായും അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്ററായാലും സംവിധായകയായാലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബിന്ദു നായരെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് ദിവ്യ ആണ്. ദിവ്യ പറ്റിച്ചേരിയുടെ ദിവ്യയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ
സമാജ അംഗങ്ങളെയും സുഹൃത്തുക്കളെയും ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും അനന്തപുരം നായർ സമാജത്തിൻ്റെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. സമാദരണീയനായ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടി ആയിരുന്ന TK നായർ സാർ, തിരുവനന്തപുരത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ നെടുന്തൂണായ വട്ടിയൂർക്കാവ് രവി XMLA, സിനിമ സീരിയൽ രംഗത്തെ അതുല്യ കലാകാരി മായ വിശ്വനാഥ്, ശ്രീമതി ബിന്ദു നായർ, മാധ്യമ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സമുദായാചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ 147 ജയന്തിയാണ് ഇന്ന് നാടെങ്ങും ആഘോഷിക്കുന്നത്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുൻപ് ഒരു കാലത്ത് സ്വാതന്ത്ര്യ കാലഘട്ടത്തിന് മുൻപ് നമ്മുടെ മലയാളക്കരയിൽ പ്രമുഖ സമുദായമായിരുന്നു നായർ സമുദായമെങ്കിലും തമ്മിലടിച്ചും തലതല്ലിക്കേറിയും വസ്തു തർക്കങ്ങളിലും അതുപോലെ തന്നെ ഒരുമയില്ലായ്മയിലും പെട്ട് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കെണിയിൽപ്പെട്ട് ചിതറിക്കിടന്ന ഒരു സമൂഹം. ഈ സമൂഹത്തിലെ നടമാടിയിരുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അനന്തരഫലങ്ങൾ ഇന്നും നായർ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഈ സമുദായത്തിന് മുന്നോട്ട് പോകാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ സമുദായം ഇങ്ങനെ നശിച്ചു പോകാൻ പാടില്ല എന്നുള്ള ചിന്തയോടുകൂടി ശ്രീ മന്നത്ത് പത്മനാഭൻ നായർ പ്രത്യഞ്ജന സംഘം ആദ്യം രൂപീകരിക്കുകയും പിന്നെ അത് NSS ആയി രൂപാന്തരപ്പെടുകയും ചെയ്തു. അന്ന് നമുക്കറിയാവുന്ന പോലെ മരുമക്കത്തായം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്ത് കുടുംബങ്ങളിൽ നായർ ഭവനങ്ങളിൽ സ്ത്രീകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന പതിവില്ല. പകരം ബ്രാഹ്മണർ സംബന്ധം കൂടുന്ന ഏർപ്പാട്, അതുപോലെ തന്നെ ആഡംബരമായ ആഘോഷങ്ങളും ക്ഷേത്രോത്സവങ്ങളും നടത്തി പിന്നെ പരസ്പരം വസ്തുതർക്കങ്ങളിലും അതിരുതർക്കങ്ങളിലും പെട്ട് കോടതികൾ കയറി ഇറങ്ങി ഇത്തരത്തിലൊക്കെ നശിച്ചിരുന്ന ഒരു സമുദായത്തെ ഇന്ന് കാണുന്ന തരത്തിൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ആർക്കും അവഗണിക്കാനാവാത്ത തരത്തിൽ ഇന്ന് കേരളത്തിൽ നായർ സമുദായം നിലനിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ ഫലം മന്നത്ത് പത്മനാഭൻ്റെ സംഘടനാ വൈഭവവും ഒരുമിച്ച് നടത്താനുള്ള ശക്തിയും മാത്രമാണ് എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒക്കെ പറയുന്നതിന് ആധികാരികമായി TKS നായർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് രവി അദ്ദേഹവും വിശദമായി സംസാരിക്കും. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അനന്തപുരം നായർ സമാജം ഈ അടുത്ത കാലത്താണ് രൂപപ്പെട്ടതെങ്കിലും അത് ദിനകരൻ പിള്ളയുടെ സജീവമായ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കലാ സാംസ്കാരിക രംഗങ്ങളിൽ കൂടെ ഈ സമുദായത്തെ ഉദ്ധരിക്കുക, അതോടൊപ്പം ബോധവൽക്കരിക്കുക, ജീവകാരുണ്യ പ്രവർത്തനം നടത്തുക, അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുക തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ ദിനകരൻ പിള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇരിക്കുകയാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി
ശ്രീ TK നായർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ വട്ടിയൂർക്കാവ് രവി XMLA ഇപ്പോൾ സന്ദേശം നൽകി. ബഹുമാന്യരെ, ആദ്യമായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും, ഇവിടെയും അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ പുതുവത്സര ആശംസ നേരുകയാണ്. ഇന്ന് ഈ കേരളീയ സമാജത്തിൻ്റെ പേരിൽ നടത്തുന്ന 147ാമത് ജയന്തി സമ്മേളനം, അത് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മളെല്ലാവരുടെയും ആദരണീയനായ ശ്രീ TK നായർ IAS റിട്ടയർഡാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ആദ്യം ഞാൻ എൻ്റെ വാക്ക് ഇതിന് സംസാരിക്കുവാൻ നിൽക്കുന്നത്. എൻ്റെ നിർദ്ദേശമാണ്, സാറിനോട് അപേക്ഷിക്കാൻ പാടില്ല. ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ ഈ കേരളം ഒട്ടുക്ക് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനത്ത് വരുന്നതിലും എല്ലാ സ്ഥലങ്ങളിലും മന്നത്തുപത്മാവിൻ്റെ പേരിൽ ജയന്തി സമ്മേളനങ്ങളും ജയന്തി യോഗങ്ങളും അതുപോലെയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഈ അനന്തപുരം നായർ സമാജത്തിൻ്റെ പേരിൽ
നടക്കുന്ന ഈ ജയന്തി സമ്മേളനത്തിൽ ആധ്യക്ഷം വഹിക്കുന്നത് എൻ്റെ ഒരു പഴയ സുഹൃത്ത് ശ്രീ VK മോഹൻ. അതുപോലെ അത് തന്നെ സൂചിപ്പിച്ച ഈ അന്നപുരം നായർ സമാജത്തിൻ്റെ മറ്റേ മാംസമായിട്ട് പ്രവർത്തിക്കുന്ന പി ദിനകരൻ പിള്ള, അദ്ദേഹത്തിനും ഇതുപോലെ തന്നെ അദ്ദേഹം ഒരു വളരെ പ്രവർത്തകനാണ്. എല്ലാ കാര്യങ്ങളിലും വളരെ നേതൃത്വമെടുത്ത് പ്രവർത്തിക്കാനുള്ള കഴിവുള്ള ഒരാളാണ്. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ പ്രിൻസിപ്പൽ ഉപദേഷ്ടാവും സെക്രട്ടറിയും എല്ലാമായിരുന്നു അദ്ദേഹം. ഇന്ന് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് കേട്ടത് തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. വളരെ സന്തോഷമാണ് എനിക്ക്. അതുപോലെ ഇന്നത്തെ ഇവിടെ ഈശ്വർ പറഞ്ഞ് നടത്തിയത് സുഗന്ധി നായർ, പിന്നെ ഇവിടെ ശ്രീകുമാർ വിചാരബിന്ദു, മായ വിശ്വനാഥ്, ബിന്ദു നായർ, വിദ്യായേഷ് നായർ വന്നിട്ടില്ലെങ്കിലും വിദ്യായേഷ് നായർ, പിന്നെ ഇതിൻ്റെ ഭാരവാഹികളുടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ എല്ലാ ഗുരുജനങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും എല്ലാം ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ ഇന്നത്തെ ദിവസമായ പുതുവത്സര ആശംസ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനൊരു ദീർഘമായ ഒരു പ്രസംഗത്തിന് നിൽക്കുന്നില്ല. ഏതായാലും ഇതിനുവേണ്ടി പ്രവർത്തിച്ച അതിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇവിടെ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തതായി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TK നായർ സാർ സംസാരിക്കും. തിരുവനന്തപുരം നായർ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നൂറ്റി47 മന്നം ജയന്തി ആഘോഷിക്കുന്ന ഈ സദസ്സിൽ പങ്കുചേരുന്നതിന് അവസരം നൽകിയതിന് ശ്രീ ദിനകരൻ പിള്ളയോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടുമുള്ള കടപ്പാട്, നന്ദി, ആദരവ് ആദ്യം തന്നെ ഞാൻ പ്രകടിപ്പിക്കട്ടെ. ശ്രീ വട്ടിയൂർക്കാവ് രവി അദ്ദേഹം അന്ന് പത്മനാഭൻ എന്ന് പറഞ്ഞ ഇതെന്ന് അറിയപ്പെടുന്ന നായർ സമുദായത്തിൻ്റെ ആചാര്യനെന്ന് എക്കാലവും ബഹുമാനിക്കപ്പെടുന്ന ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ ജീവിത ചരിത്രം വളരെ ദീർഘമായിട്ട് വളരെ ഡീറ്റെയിൽസോടുകൂടി നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയ ഓർമ്മയാണ്. ഡേറ്റുകൾ വരെ ഉദ്ധരിച്ചുകൊണ്ട് ശ്രീ രവി മന്നത്ത് പത്മനാഭൻ്റെ ചെറുപ്പകാലം, അത് കഴിഞ്ഞ് അദ്ദേഹം നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് ഒക്കെ വളരെ വാചാലമായിട്ട് വളരെ ഹൃദയസ്പർക്കായ രീതിയിൽ നമ്മളോട് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും വളരെ വിസ്തരിച്ച് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ
അദ്ദേഹം പറയുകയുണ്ടായി. ഒന്ന് 14 ആളുകൾ അന്നത്തെ വീട്ടിൽ കൂടി കത്തിച്ചു വെച്ച നിലവിളക്കിൻ്റെ മുമ്പിൽ ഇരുന്ന് ഈ സംഘടനയുടെ ആദ്യത്തെ രൂപം കൊടുത്തുവെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഇമാജിനിങ് എങ്ങനെയുള്ള ഒരു ഇതായിരിക്കും അത്. ഇന്നത്തെ പ്രമുഖരായ ചങ്ങനാശ്ശേരിയിലും മറ്റു പ്രദേശങ്ങളിലുള്ള 14 നായന്മാർ അന്നത്തെ പത്മനാഭൻ്റെ വീട്ടിൽ കൂടിയിരുന്നാണ് ഈ ഇന്ന് NSS എന്ന് അറിയപ്പെടുന്ന ഈ വലിയ സംഘടനയുടെ സ്ഥാപനം നടത്തിയത്. അതുപോലെ അദ്ദേഹം എന്നെ പറയുകയുണ്ടായി, ഈ അന്നത്തെ പത്മനാഭൻ NSSനെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ട് അല്ലെ അനുഭവിച്ചിട്ടുള്ള യാതനകൾ അത് വാസ്തവത്തിൽ പലരും വിശ്വസിക്കില്ല താങ്കൾ പറഞ്ഞ കാര്യങ്ങളാണ്. കാര്യം രാപകലം നടന്ന് ബുദ്ധിമുട്ടി ഭക്ഷണം കഴിക്കുന്നതിനുള്ള സമയമില്ലാണ്ട് ഭക്ഷണം കിട്ടാണ്ട് അലഞ്ഞ് നടന്ന് ആണ് ഈ സ്ഥാപനം കെട്ടിപ്പടുത്തത്. അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്. അതൊക്കെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് മന്നത്ത് പത്മനാഭനും അദ്ദേഹത്തിൻ്റെ വലിയ പ്രഗത്ഭനായ ഒരു സഹചാരിയുണ്ടായിരുന്നു ശ്രീ MP മന്മഥൻ. ഇവർ രണ്ടാളും കൂടെ ഉൽപ്പന്ന പിരിവ് എന്ന് പറഞ്ഞ് NSSൻ്റെ കരയോഗ മന്ദിരങ്ങളും അതിൽ കൂടുതലായിട്ട് NSSൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മഹായജ്ഞമായിരുന്നു. അതിനെ ഉൽപ്പന്ന പിരിവ് എന്നാണ് അറിയപ്പെട്ടത്. ഉൽപ്പന്ന പിരിവിൽ അന്നത്തെ അദ്ദേഹവും MP മന്മഥനും വരും. ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അയിരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അയിരൂർ NSS കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിലെ കരയോഗത്തിൻ്റെ കെട്ടിടത്തിലുള്ള ഈ പമ്പാ നദിയുടെ കരയ്ക്കുള്ള ഒരു സ്ഥലമാണ്. വളരെ മനോഹരമായ പ്രദേശം. അവിടെ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് അവിടെ പോയി അത് കേൾക്കാനായിട്ട് ഇരുന്നു. അപ്പം ഓരോ വീട്ടിൽ നിന്നും അവർക്ക് അവരെ കൊണ്ട് സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അതിന് പിരിവായിട്ട് കൊടുക്കുക. അച്ഛന് 1 കുല നാളികേരമാണ് കൊണ്ടുപോയി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. 8-10 നാളികേരമുള്ള 1 കുല അത് ആണ് കൊണ്ട് ഉൽപ്പന്ന പിരിവായിട്ട് കൊടുത്തത്. ഇതുമാതിരി അവിടെ കൂടിയിരിക്കുന്ന നായർ കുടുംബങ്ങളിൽ എല്ലാവരും അവരുടെ വീട്ടിൽ നിന്നുള്ള സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ കൊണ്ട് കൊടുക്കും. ആ ഉൽപ്പന്നങ്ങളെ വിറ്റ് അതിൽ നിന്ന് കിട്ടിയ ധനം ഈ NSSൻ്റെ സ്കൂളുകളും കോളേജുകളും കിട്ടുന്നതിന് ഉപയോഗിച്ചതാണ്. ഇന്ന് NSSൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ പ്രശസ്തമായ രീതിയിൽ, അല്ല പ്രശസ്തമെന്ന് ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞാൽ അത് വാസ്തവ വിരുദ്ധമായിരിക്കും. പക്ഷേ വളരെയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ അനുവച്ചപുരം മുതലല്ലേ അത് അങ്ങ് ആർശാല പിന്നെ വടക്ക് വരെ മഞ്ചേശ്വരം വരെ ഉണ്ടാവും. അതിലൊക്കെ നമുക്ക് പലർക്കും അതുമായിട്ട് ബന്ധമുള്ള പലരുടെയും സ്ഥലങ്ങളിലായിരിക്കും. അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒക്കെ തുടക്കം ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ ഉൽപ്പന്ന പിരിവിലൂടെയാണെന്ന് ബഹുമാനപ്പെട്ട രവി അദ്ദേഹം സംസാരിച്ചപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായി. അപ്പം മന്നത്ത് പത്മനാഭൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ വളരെ വിശദമായി കേട്ട നിങ്ങളോട് ഞാൻ 2 ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മന്നത്തിനെ ഒരു നായർ സമുദായത്തിൻ്റെ ചട്ടക്കൂട്ടിൽ മാത്രം ഒതുക്കി നിർത്താവുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് വാസ്തവത്തിൽ അദ്ദേഹത്തോടും ഈ സമൂഹത്തോടും ചെയ്യുന്ന അപരാധമായി. ഒരു നായർ സമുദായ പ്രവർത്തകൻ എന്ന രീതിയിൽ തുടങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ നായർ സമുദായത്തിന് വേണ്ടി മാത്രം ആയിരുന്നില്ല. തീർച്ചയായിട്ടും ഇദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി വൈക്കം സത്യാഗ്രഹത്തിനും പിന്നെ അതുപോലെയുള്ള സംഘടനകളല്ല, അതുപോലെയുള്ള സംഘർഷഭരിതമായിട്ടുള്ള പല സാമൂഹിക പ്രവർത്തനങ്ങളിലും അദ്ദേഹം മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് കേരള നവോത്ഥാനം എന്നൊക്കെ, നവോത്ഥാനത്തിൻ്റെ നായകന്മാരെന്നൊക്കെ. നമുക്ക് നമ്മുടേതായ വീക്ഷണങ്ങളിൽ കൂടി ഓരോരുത്തരെയും നമ്മൾ എടുത്തു കാണിക്കും, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ വളരെ കലുഷിതമായിട്ടുള്ള ഈ ഘട്ടത്തിൽ രാജ്യങ്ങൾ തമ്മിൽ മത്സരം, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം, കൊല്ലും കൊലയും നടക്കുന്നു. നമ്മുടെ നാട്ടിൽ കൊല്ലും കൊലയും അധികം ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെയും രാഷ്ട്രീയത്തിൻ്റെ ഭാഷ വളരെ കലുഷിതമായിട്ട്, വളരെ ഘോരമായിട്ട്, കഠോരമായ ഭാഷ, ഇതൊക്കെ നടക്കുന്ന കാലമാണ്. ഈ കാലത്ത്
മന്നത്തുപത്മനാഭൻ അദ്ദേഹത്തിൻ്റെ സമുദായ സേവനം അല്ലെങ്കിൽ നായർ സമുദായത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ച കാര്യങ്ങൾ മറ്റു ഒരു സമുദായത്തിനെയും എതിര് പറഞ്ഞിട്ടല്ല. ഇപ്പം നമ്മൾ സാധാരണ രാഷ്ട്രീയ പാർട്ടികളായാലോ മറ്റു സംഘടനകളായാലോ നമ്മളുടെ മഹത്വത്തെക്കാട്ടിൽ കൂടുതൽ മറ്റവരുള്ള വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ കാര്യങ്ങൾ പറയുക, അല്ലേ? അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വേറൊരു വ്യക്തി അല്ലെങ്കിൽ വേറൊരു കൂട്ടം അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾക്ക് അരിക്ഷം കൊണ്ടിട്ട് കാര്യമൊന്നും തീർച്ചയായിട്ടും നായർ സമുദായം എന്ന് പറയപ്പെട്ട നമ്മൾ നായർ സമുദായത്തെക്കുറിച്ച് സംസാരിക്കുന്ന പോലെ തന്നെ മറ്റ് സമുദായങ്ങളിലുള്ള ആളുകൾക്ക് അവരുടെ സമുദായത്തെക്കുറിച്ചും അവരുടെ സമുദായത്തിൻ്റെ നന്മയെക്കുറിച്ചും സംസാരിക്കാനുള്ള അവസരവും അവകാശവും ഇന്ത്യയിൽ ജനിച്ചു വളരുന്ന നമുക്കെല്ലാം. പക്ഷെ നമ്മുടെ കാര്യം പറയൂ, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്ന് പറയൂ, അത് ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കൂ, ആളുകളെയും കൊണ്ടുവരാൻ ശ്രമിക്കൂ. അതേസമയത്ത് തന്നെ മറ്റുള്ളവർ ഇതാണ് ദൂഷ്യം, അവൻ ഇതാണ് ചീത്തയായി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ പറയുമ്പോഴല്ല ഈ സംഘടനകളൊക്കെ ഉണ്ടാവുക. ഒന്നിനെതിരായിട്ട് വേറെ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സംഘടന പ്രവർത്തിക്കുമ്പോഴാണ് ഈ സംഘടനകൾക്ക് സമൂഹത്തിലുണ്ടാവുക. ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റിനും കേരളത്തിന് പുറത്തുമൊക്കെ നമ്മൾ എന്താ കാണുക? പലതരത്തിലുള്ള ആശയങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. എനിക്കുള്ള ആശയമോ എൻ്റെ വിശ്വാസമല്ല മറ്റൊരാൾക്കുള്ളത്. പക്ഷേ എൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് എതിരാണെങ്കിൽ തന്നെയും അതിന് ഞാൻ അദ്ദേഹത്തോട് വഴക്കൂടിയിട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെതായ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് അത് മതവിശ്വാസമായാലും രാഷ്ട്രീയ വിശ്വാസമായാലും എന്തായാലും ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. നമ്മൾ പലരും പലതരത്തിലുള്ള ആചാരങ്ങളും ചെയ്യുന്നവരാണ്. പലതും ഇന്നത്തെ കാലം കഴിഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞാൽ ദുരാചാരങ്ങളെന്നോ അല്ലെങ്കിൽ അനാചാരങ്ങളെന്നോ പറയപ്പെടുന്നവയാണ്, അല്ലേ? അന്നത്തെ പത്മനാഭൻ ജീവിച്ചിരുന്ന കാലത്ത് അത് ലോകം അല്ലെങ്കിൽ കേരളത്തിലെ നായർ സമുദായം അനുഷ്ഠിച്ചു പോന്നിരുന്ന പല ആചാരങ്ങളെയും അനാചാരങ്ങളെയും അദ്ദേഹത്തിന് എതിർപ്പായിരുന്നു. അതിനെ അദ്ദേഹം എതിർത്തു. പക്ഷെ അത് സംഘടനത്തിൽ കൂടി ആയിരുന്നില്ല, ആശയപരമായി. അങ്ങനെ ആ ചിന്താഗതികൾ മാഞ്ഞു. എന്നെ പോലെ പ്രായമായിട്ടുള്ള പലർക്കും അവരുടെ കുടുംബങ്ങളുടെ തന്നെ കഥ എടുത്ത് നോക്കാം. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. ഓരോരുത്തർ എൻ്റെ അമ്മയുടെ അച്ഛന് ഒരു ബ്രാഹ്മണനാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട നമ്പൂതിരിമാർ നായർ സ്ത്രീകളെ, അത് ശരിക്കുള്ള വിവാഹമല്ല, അതിനെന്താ പറയുക, എനിക്ക് ആ വാക്ക് ഞാൻ മറന്നുപോയി, എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വേളിയല്ല, വേളി കറക്റ്റ്. ഇനി പട്ടുപാട്ടാക്കി വാക്കെന്തായാലും അതെ ഇങ്ങനെയാണ്. ഇത് ആലോചിച്ച് നോക്കിയാൽ നമ്മളധികം ആലോചിക്കേണ്ട കാര്യം, നമ്മൾ പല കാര്യങ്ങളിലും എന്താ പറയുക വ്യാപൃതരാണ്, നല്ല അത് ദാറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചാൽ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ഒരു അത്ര എന്താ പറയുക ഇന്നത്തെ അളവ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്ര ബഹുമാനം അർഹിക്കാത്ത രീതിയിലുള്ള ചുറ്റുപാടുകളിൽ വളർന്നവരും അതിലുള്ള വിശ്വാസങ്ങൾ കണ്ടുവരുവാൻ നമ്മൾ ഓരോരുത്തരും. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം പറയുകയുണ്ടായി. നമ്മൾ പലരും വായിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വായിച്ച് അറിയണം അന്നത്തെ പത്മനാഭൻ്റെ ജീവചരിത്രം. അല്ലെങ്കിൽ അതുപോലെ തന്നെ കേരളത്തിലെ ക്ഷേത്രപ്രവേശനത്തിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. നമ്മൾ പലരും കേട്ടിരിക്കും, ഇവിടം കേരളം സന്ദർശിച്ചതിന് ശേഷം വിശ്വഗുരുവായ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഇതൊരു ഭ്രാന്താലയം, കേരളം ഒരു ഭ്രാന്താലയം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാര്യം വഴിയോടെ നടക്കാൻ ആളുകൾക്ക് സ്വാതന്ത്ര്യമില്ല, ക്ഷേത്രത്തിൽ പോകാൻ സ്വാതന്ത്ര്യമില്ല, ഒന്നിനും സ്വാതന്ത്ര്യമില്ല. അങ്ങനെയുള്ള ഒരു വലിയ ജനതയുടെ മുകളിലാണ് ഈ കഠോരമായിട്ടുള്ള ജാതി വ്യവസ്ഥ നമ്മൾ നിലനിന്നിരുന്നത്. ബ്രാഹ്മണന് നായർ അശുദ്ധനാണ്, നായർക്ക് ഈഴവൻ അശുദ്ധനാണ്, ഈഴവന് പുലയൻ അശുദ്ധനാണ്. ഈ സമ്പ്രദായത്തിലാണ് നമ്മളൊക്കെ ജനിച്ചത്. അദ്ദേഹം അന്നത്തെ പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ 4 കൂട്ടുകാരെയും കൊണ്ട് വീട്ടിൽ ഭക്ഷണം കഴിപ്പിക്കാൻ മറ്റു പല സമുദായങ്ങളിൽപ്പെട്ടവരെ കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഓർക്കുന്നു, എൻ്റെ അനുജൻ അയാൾ
എൻ്റെ അമ്മയെ കൊണ്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ആശാരി, നമ്മുടെ അടിപ്പണി ചെയ്യുന്ന ആശാരി, അവർ നമ്മളുടെ ക്ലാസ്മേറ്റ്സാണ്. അയാൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്ത് അടുത്തിരിക്കണമെന്നാണ് നിർബന്ധം പിടിച്ച് അടുത്തിരിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് തീരെ മനസ്സിലായി അന്നത്തെ കാലത്ത്. പക്ഷെ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടുകളിൽ വളർന്നിട്ടുള്ള പല ആളുകളും എന്നെ പോലെ പ്രായമുള്ളവരുണ്ട്. പക്ഷേ ഭാഗ്യവശാല് അതിനുശേഷം കേരള സമുദായം വളരെ വളരെ മുന്നോട്ട് പോയി. പല പല കാരണങ്ങളുണ്ട് അതിൻ്റെ എഴുത്തുകാര്, ചിന്തകര്, സന്യാസിമാർ എല്ലാവരും അതിൽ ഭാഗഭാഗം ആയിട്ടുണ്ട്. നമ്മൾ അന്നത്തെ പത്മനാഭൻ്റെ കാര്യം പറയും മാതിരി തന്നെ ചട്ടമ്പി സ്വാമികൾ, നാരായണ ഗുരുസ്വാമികൾ, ഇങ്ങനെയുള്ള നിരവധി മഹാന്മാരായ കേരളീയർ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അവസാനത്തിൽ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ക്ഷേത്രപ്രവേശനമുണ്ടായി. കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന ഏറ്റവും അപലപനീയമായ ആചാരങ്ങളും ദുരാചാരങ്ങളും പലതും മാറി. പക്ഷെ ഇന്നും പലതും ഉണ്ടായിരിക്കാം. ആ രീതിയിലാവില്ല മറ്റൊരു രീതി. ഈ ഇന്ത്യൻ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയിൽ പലതരത്തിലുള്ള വിശ്വാസികളുണ്ട്, പലതരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരുണ്ട്. നമ്മളിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണെങ്കിലും 10-17% മുസ്ലിങ്ങളുണ്ട്, 2-3% ക്രിസ്ത്യാനികളുണ്ട്, സിഖുകാരുണ്ട്, പാഴ്സികളുണ്ട്. ഇവരൊക്കെ പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളവരാണ്. എല്ലാവരും രാമക്ഷേത്രത്തിൽ പോവുകയോ അല്ലെങ്കിൽ എല്ലാവരും ജമാ മസ്ജിദിൽ പോവുകയോ ചെയ്യുന്നവരല്ല. അത് ചെയ്യാത്തതുകൊണ്ട് അവർ ഇന്ത്യക്കാരല്ലാതായി തീരുന്നില്ല. തീർച്ചയായും അവർക്കൊക്കെ അവരുടേതായ വിശ്വാസമുണ്ട്. ആ വിശ്വാസം വെച്ചു പുലർത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അവർക്കൊക്കെ കൊടുക്കുന്നു. എനിക്ക് ഇപ്പോൾ ഹിന്ദുമതത്തിൽ ഞാൻ ജനിച്ചു, ഹിന്ദുമത ആചാരങ്ങൾ ഞാൻ അനുഷ്ഠിച്ചു. എൻ്റെ അമ്മയും അച്ഛനും സഹോദരികളും എല്ലാം ഹിന്ദുമതത്തിലുള്ളവരാണ്. അതിൽ കവിഞ്ഞ് ഹിന്ദുമതത്തിൻ്റെ തത്വങ്ങളൊക്കെ ആലോചിച്ച് അതിൽ ഒരു പഠനം നടത്തിയതിന് ശേഷമല്ല ഞാനിവിടെ ഹിന്ദുവായി. ഇവിടെ ഇരിക്കുന്ന നമ്മൾ പലരും അങ്ങനെയായിരിക്കും. നമ്മൾ നായരുടെ അച്ഛനും ഒരു നായർ അച്ഛനും അമ്മയുമായാലും നമ്മൾ നായരാണ്. അല്ലാണ്ട് ഇറ്റ് ഈസ് ആൻ ആക്സിഡൻറ്റ് ഓഫ് ബർത്ത് അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. വേറെ ഒരു കാര്യമില്ല. നമ്മൾ വേറെ ഒരു കുടുംബത്തിൽ ജനിച്ചിരുന്നെങ്കിൽ നമ്മളുടെ അച്ഛനും അമ്മയും വേറെ ആളായിരുന്നെങ്കിൽ പക്ഷേ നമ്മൾ വേറൊരു മതത്തിലോ അല്ലെങ്കിൽ വേറൊരു ജാതിയിലോ പറഞ്ഞിരിക്കാം. അപ്പം അതൊന്നും ഒരു കാര്യമില്ല. ആ ഒരു അറിവ്, ആ ഒരു തിരിച്ചറിവ് സമൂഹത്തിൽ ശുഭാപ്തി വിശ്വാസക്കാരാണ് നമ്മളൊക്കെ സമൂഹത്തിൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ എന്താ പറയുക, വളരെ ഘടകവിരുദ്ധങ്ങളായ കാര്യങ്ങളാണ് നമ്മൾ ചുറ്റും കാണുന്നത്. ഒരു വശത്ത് യുദ്ധവും റഷ്യയും മറ്റേ ഉക്രൈനുമായിട്ടുള്ള യുദ്ധം, മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലും ഹമാസും മറ്റ് പലസ്തീനിയൻ രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധം. ഇതിൻ്റെയൊക്കെ ഫലം എന്താണ്? ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ വീടും കുടിയും ഇല്ലാണ്ട് ആഹാരത്തിന് മാർഗമില്ലാണ്ട് അലയുന്നു. ഇതന്നെ അതിൻ്റെയൊക്കെ. അതുപോലെ തന്നെ ഇന്ത്യയിലാണെങ്കിലും ലക്ഷോപലക്ഷം ആളുകൾ ഇന്നും 2 നേരത്തെ ഭക്ഷണത്തിന് വഴിയില്ലാത്തവരുണ്ട്. നമ്മുടെ കേരളത്തിലും അതിദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മളും അതിജീവിച്ചിട്ടില്ല. ഇന്ത്യയിലെ കാര്യം കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ 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 മുന്നോട്ട് പുരോഗമിച്ചിരിക്കുന്ന ഒരു രാജ്യം. അതിന് നമുക്ക് എല്ലാവർക്കും അഭിമാനം കൊള്ളാം. തീർച്ചയായും പഴയ രാജാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് വരെയുള്ള ഭരണാധികാരികൾ എല്ലാവരും പൊതുജനങ്ങളുടെ, പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും. ആ ഫലങ്ങൾ, അങ്ങനെയുള്ള ഫലങ്ങൾ അനുഭവിക്കാതെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വഴക്കുകളുണ്ടാകുന്ന രാജ്യങ്ങളും ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് അന്നത്തെ ആചാര്യൻ്റെ ഓർമ്മ നമ്മളെ പലതരത്തിലും നമുക്ക് ഉത്തേജനം നൽകുന്നതാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും നിലനിൽക്കുന്നത് ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹം വിദ്യാഭ്യാസം, നായന്മാരുടെ ഇടയിൽ വിദ്യാഭ്യാസ പുരോഗതി എങ്ങനെ ഉണ്ടാവണം എന്നാലോചിച്ച് അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത സംഭാവനകൾ ഒരു കാലത്തും നായർ സമുദായത്തിന് മറക്കാൻ പറ്റില്ല. കൂടുതൽ നമ്മളൊരു വിവര സാങ്കേതിക വിദ്യയുടെ യുഗത്തിലാണ് ഇന്ന് ജീവിക്കുക. അതിൻ്റെ ഒക്കെ മുന്നോട്ട് നായന്മാരായിട്ടുള്ള പലരും അല്ലെങ്കിൽ നായർ കുടുംബങ്ങളിൽ ജനിച്ച വളർന്ന പലരും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനം വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസത്തിന് കേരളത്തിലെ ഒരു നായർ സമുദായത്തിൻ്റെ പേരിൽ, അത് തീർച്ചയായിട്ടും അത് നായർ സമുദായത്തിലുള്ള ആളുകൾക്ക് മാത്രമല്ല വിദ്യാഭ്യാസം
അതുകൊണ്ട് കിട്ടുക. പക്ഷേ അദ്ദേഹം മുൻകൈയെടുത്ത് പ്രവർത്തിച്ച കാരണം അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവാനിടയായി. ആ സ്ഥാപനങ്ങൾ മുഖാന്തരം നിരവധി ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു. ആ സ്ഥാപനങ്ങളില്ലായിരുന്നെങ്കിൽ പലർക്കും വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഉണ്ടാകുമായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു സംഭാവന ഒരു കാലത്തും അസ്തമിക്കുന്നതല്ല, ഒരു കാലത്തും അത് മാഞ്ഞു പോകുന്നതല്ല. ഓരോ ദിവസം കഴിയുന്നതോറും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ റെലവൻസ് കൂടിക്കൂടി വരികയും ഈ അവസരത്തിൽ മന്നത്ത് പത്മനാഭൻ നായർ സമുദായത്തിൽ തുടങ്ങി കേരളത്തിലെ പ്രത്യേകിച്ച് താഴെത്തട്ടിലുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്കൊക്കെ എപ്പോഴും നമ്മളെയൊക്കെ എന്താ പറയുക ഉത്തേജിപ്പിക്കുന്നതിനും നമ്മളുടെയൊക്കെ ചിന്താഗതിയെ സ്വാധീനിക്കുന്നതിനും സാധകമാകട്ടെ. ഈ മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് തിരുവനന്തപുരം നായർ സമാജം മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നതിൽ അതിൻ്റെ എല്ലാ പ്രവർത്തകരോടും എനിക്കുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു ചെറിയ കാര്യം കൂടി ഞാൻ മിസ്റ്റർ ദിനകരൻ പിള്ളയോടോ പറഞ്ഞിരുന്നില്ല നേരത്തെ, ഇവിടെ സംസാരിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇതൊരു രജിസ്റ്റേർഡ് സൊസൈറ്റിയാണ്. ഞാൻ വളരെ പറഞ്ഞില്ല, വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ജനിച്ചു വരുന്ന ആളാണ്. ഇന്ന് പലതരത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എല്ലാവർക്കും കിട്ടുന്നു. പക്ഷേ ഇന്നും പല ആളുകളുണ്ട് ആ സൗകര്യങ്ങൾ കിട്ടിയാലും അത് ശരിയായിട്ട് ഉപയോഗിക്കുന്നതിന് സാധിക്കുന്നില്ല. പിന്നെ വേറൊന്നുള്ളത്, ചെറുതായിട്ടുള്ള കുട്ടികളെ അവരുടെ ചെറുപ്രായത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ ആവശ്യമാണ്. നമ്മളൊക്കെ വലുതായി കഴിയുമ്പോൾ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിച്ച് പാസ്സാകുന്ന ഒരു കുട്ടിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ ഇന്ന് വളരെ വിപുലമായ രീതിയിൽ കലാപരിപാടികളും കലോത്സവങ്ങളും അതുമാതിരിയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. കുട്ടികളുടെ എന്താ പറയുക അവരിലുള്ള കലാവാസനകൾ, അവരുടെ സർഗാത്മ ശക്തികളെ പോഷിപ്പിക്കുന്നതിനും അതിനെ അഭിനന്ദിക്കുന്നതിനുള്ള അവസരങ്ങൾ ഇന്ന് വളരെ ഏറെയുണ്ട്. ഇനിയിപ്പം കേരളത്തിൽ തന്നെ കലോത്സവം വരാൻ പോവുകയാണ്. അതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷകർത്താക്കളൊക്കെ എത്ര ആവേശത്തോടുകൂടിയാണ് അതിന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള കാര്യം എന്താണ്? കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിലും അതിൽ അവരെ അനുമോദിക്കുന്നതിലും ആ അനുമോദനം ഏറ്റുവാങ്ങുന്നതിലും ഏറ്റവും സന്തോഷിക്കുന്നവരാണ് കുട്ടികൾ. ഞാനിപ്പോഴും ഓർക്കുന്നത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് സ്കൂളിൽ നിന്നും ഒരു ചെറിയ കാര്യത്തിനൊരു പ്രസംഗ മത്സരത്തിന് നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ചെറിയ സമ്മാനം എനിക്ക് കിട്ടുകയുണ്ട്. ഞാൻ ഇന്നത് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ സമ്മാനങ്ങളോ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ചെറുപ്പകാലത്തിൽ നമ്മളുടെ മനസ്സിൽ പതിയുന്ന കാര്യം മറക്കും. അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ കാര്യം ഞാൻ മിസ്റ്റർ ദിനകരൻ പിള്ള അദ്ദേഹത്തിൻ്റെ അനന്തപുരം നായർ സമാജത്തിൻ്റെ ഭാരവാഹി ഇവരോട് പറയുകയാണ്. ഈ കരയോഗത്തിൻ്റെ അല്ലെങ്കിൽ നായർ സമാജത്തിൻ്റെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും പ്രശസ്തമായ രീതിയിൽ 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ ഏതാണ് ഉചിതമെന്ന് നിങ്ങൾക്ക് തീരുമാനം. ഏതെങ്കിലും 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 12ാം ക്ലാസ്സിലോ പഠിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക്, ഏറ്റവും കുറഞ്ഞൊരു ഫസ്റ്റ് ക്ലാസ് ആയിരിക്കണം. 60% മുകളിൽ 60% കോമണാണ് എല്ലാവർക്കും. അപ്പോൾ 60% ഏറ്റവും മിനിമം ആയിരിക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന ഏത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായാലും വിരോധമില്ല. പക്ഷേ തിരുവനന്തപുരം നായർ സമാജത്തിൻ്റെ ഒരു മെമ്പറിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാണ് അവർക്ക് അവരുടെ എന്താ പറയുക അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ എന്താ പറയേണ്ടത് എനിക്കറിയില്ല, സമ്മാനമുണ്ടോ പുരസ്കാരം എന്ന് പറഞ്ഞാലും വേണ്ടില്ല. അത് ഞാൻ ഈ സംഘടനയ്ക്ക് ഞാൻ 1 ലക്ഷം രൂപ എന്താ പറയുക ഓരോ വർഷവും ഇഷ്ടമാണ്. അത് ചെയ്യുമ്പോൾ പുസ്തക രൂപത്തിൽ കൊടുത്താൽ കുറേ നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനും എനിക്കൊരു സജഷൻ്റെ ഇഷ്ടംപോലെ ചെയ്യാം. ഒന്ന് മന്നത്ത് പത്മനാഭൻ്റെ ജീവചരിത്രം, 2 പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ, അത് വാങ്ങിപ്പോയി. ഇത് 2
കുട്ടിക്ക് കൊടുത്താൽ അത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ അതനുസരിച്ച് ചെയ്യുന്നത്. ഇവിടെ TK നായർ സാറ് പ്രഖ്യാപിച്ച ആ സഹായത്തോട് അനന്തപുരം നായർ സമാജം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് ഒരു കവിയരങ്ങ് കൂടിയുണ്ട്. അതിനുശേഷം എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആരും ഭക്ഷണം കഴിക്കാതെ പോകരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി വിചാര ബിന്ദു ശ്രീകുമാർ സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനിയെ 147 കൊല്ലം മുമ്പ് ജനിച്ച് നായർ സമുദായത്തിന് വേണ്ടി പല പരിഷ്കാരങ്ങളും മുന്നോട്ട് വെച്ച് നായർ സമുദായത്തിൻ്റെ ഉന്നമനം എത്രമാത്രം പോകണം എന്ന അന്നേ ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിച്ച് പല അനാചാരങ്ങൾക്കുമെതിരെ കർശന മനോഭാവത്തോടുകൂടി നമ്മെ ഇന്നും ആത്മീയ രീതിയിൽ നയിക്കുന്ന ശ്രീ മന്നത്ത് പത്മനാഭൻ എന്ന യുഗപ്രഭാവനെ എനിക്ക് വിളിക്കുവാൻ ഇഷ്ടം മന്നത്ത് അപ്പൂപ്പൻ എന്നാണ്. കാരണം പട്ടാഴി കൃഷ്ണപിള്ള എന്ന എൻ്റെ മുത്തച്ഛൻ്റെ അപ്പൂപ്പൻ്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു ശ്രീ മന്നത്ത് അപ്പൂപ്പൻ. വളരെ ചെറിയ കുട്ടിയായിരുന്ന എനിക്ക് ഇവർ രണ്ടുപേരും സംസാരത്തിൽ ഏർപ്പെടുന്നതും സംസാരത്തിൻ്റെ വിഷയവും സംസാരത്തിൻ്റെ കനവും സംസാരത്തിൻ്റെ ഗാംഭീര്യതയുമെല്ലാം ഹഠാത് ആകർഷിച്ചിരുന്നു. അതിൽ നിന്ന് ഉൾക്കൊണ്ട ഊർജം ഇന്ന് എൻ്റെ സിരകളിലൂടെ ഒഴുകുന്നുണ്ട് എന്ന അഭിമാനത്തോടു കൂടി പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിച്ചു കൊടുക്കുകയാണ്. നോക്കൂ, 147 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അനാചാരങ്ങൾ എന്ന് നാം പറയുമ്പോൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് സമുദായ അംഗങ്ങളുടെ ധനപരമായ അവസ്ഥയെ ചൂഷണം ചെയ്യുകയും ശോഷിപ്പിക്കുകയും ചെയ്യുന്ന ചില പ്രവൃത്തികൾ പ്രബലമായി നിലനിന്നിരുന്നു. അത് നമ്മുടെ സമുദായത്തിൻ്റെ അടിത്തറയെ വല്ലാതെ ബാധിക്കുമെന്നും സമുദായം ഛിന്നഭിന്നമായി പോകാൻ തന്നെ കാരണമായിത്തീരുമെന്നും അന്നേ കണ്ടറിഞ്ഞ അദ്ദേഹം കെട്ടുകല്യാണം, തിരണ്ട് കല്യാണം മുതലായ പല ആഘോഷങ്ങളെയും ഘോഷിച്ചുകൊണ്ട് നടക്കുന്ന നാട്ടുകാർക്ക് പലപ്പോഴും അതൃപ്തിയും അവഹേളനവും ഉണ്ടാക്കുന്ന രീതിയിൽ ഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തെ വളരെയധികം നിശ്ചിതമായി വിമർശിക്കുകയും അങ്ങനെയൊന്നുമല്ല വേണ്ടത്, ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ മുഴുകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ധനസ്ഥിതിയും നിങ്ങളുടെ ചോദനയും ചേതനയും നഷ്ടപ്പെടുമെന്നും അതിൽ നിന്ന് മുക്തനായില്ല എങ്കിൽ ഈ സമുദായത്തിൻ്റെ ഗതി അധോഗതിയായി പോകുമെന്നും സധൈര്യം നമ്മെ ഉത്ബോധിപ്പിക്കുവാൻ വേണ്ടി ഒറ്റയാൾ പട്ടാളമായും സഹൃദയരായ നായന്മാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത മന്നത്ത് അപ്പൂപ്പൻ്റെ മഹനീയമായ ഈ ജന്മശതാബ്ദിയിൽ നാം ഹർഷപുളരക്കെതിരാകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എൻ്റെ അമ്മ NSS സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സായിട്ട് റിട്ടയർ ചെയ്തു. 92 വയസ്സായി. ഇപ്പോഴും ആരോഗ്യ ദൃഢഗാത്രയായി അവർ സുഖമായിരിക്കുന്നു. കാരണം ആ അമ്മയ്ക്ക് ചെറുപ്പത്തിലേ കിട്ടിയ ഊർജം തന്നെയാണ്. മന്നത്തപ്പൂപ്പൻ വീട്ടിൽ വരുമ്പോഴും അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ചില ഉപദേശങ്ങളുടെയും ചില പ്രത്യേക രീതിയിലുള്ള സംഭാഷണ ചാതുര്യത്തിൻ്റെയും മറ്റും സ്വാധീനം അമ്മയിൽ വളരെയധികം ചെലുത്തിയിരുന്നു. അത് മുഴുവനും ഞങ്ങൾക്ക്, അമ്മയുടെ മക്കളായ ഞങ്ങൾക്ക് മുഴുവനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും ചില ആചാരങ്ങളെ കാണുമ്പോൾ മനസ്സിൽ വേദനയുണ്ടാകുന്നു. ആചാരങ്ങൾ ദുരാചാരങ്ങളായി പോകുമോ എന്നുള്ള വൈഷമ്യം മനസ്സിൽ ചിലപ്പോൾ ചില കുത്തലുകൾ ഉണ്ടാകുന്നു. നോക്കൂ, മനുഷ്യന്
ധനം ആവശ്യം തന്നെയാണ്. പക്ഷെ ധനത്തിൻ്റെ ധൂർത്ത് ഒരിക്കലും ആവശ്യമുള്ളതല്ല. ചില കല്യാണങ്ങളെയും ചില ആഘോഷങ്ങളെയും മറ്റും കാണുമ്പോൾ ഇത്രയും വളരെയധികം ആഘോഷത്തോടു കൂടിയും പോമ്പസ് ആയിട്ടും നടത്തേണ്ട ഒരു കാര്യമാണോ ഇതെല്ലാം? മറിച്ച് ഈ പോമ്പസ്നെസ്സിൻ്റെയും അല്ലെങ്കിൽ ഈ ഇത്തരം ആർഭാടത്തിൻ്റെയും പുറകിൽ ചിലവാക്കുന്ന ഈ ധനം ഒന്നുകിൽ സമുദായത്തിനോ അല്ലെങ്കിൽ ആ പ്രത്യേക കുടുംബത്തിനോ ഉതകുന്ന രീതിയിൽ മാറ്റിവെക്കേണ്ട ഔദത്യം, മാറ്റിവെക്കേണ്ട ഉചിതമായ ചിന്താഗതി സമുദായാംഗങ്ങളുടെ മുമ്പിൽ ഉണ്ടാകണ്ടേ? ഒരു വേറെ ഏതെങ്കിലും സമുദായക്കാരൻ എന്തെങ്കിലും കാണിച്ചു, എന്തെങ്കിലും ആർഭാടം കാണിച്ചു, പൈസ ചിലവാക്കി എന്ന് പറഞ്ഞ് അതിനോട് കടപിടിക്കാനോ അതിനോട് മത്സരിക്കാനോ ഉള്ള മനോഭാവത്തോടു കൂടി നായർ സമുദായം വീണ്ടും നിന്നാൽ വീണ്ടും 147 കൊല്ലത്തിന് മുമ്പ് വിഭാവനം ചെയ്ത മന്നത്തപ്പൂപ്പൻ വിഭാവനം ചെയ്ത ആ ഒരു ചൂഷണ മാർഗത്തിലേക്ക്, ആ ഒരു അധോഗതി മാർഗത്തിലേക്ക് നാം പോവില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സാങ്കത്യമായും ബുദ്ധിപരമായും ഭൈഷണികമായും വൈരക്തമായും നാം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിത പന്ഥാവിനെ കൃത്യമായ രീതിയിൽ മെരുക്കുവാനും കൃത്യമായ രീതിയിൽ ഉദ്ദേശശുദ്ധിയോടുകൂടി പ്രവർത്തിക്കുവാനും പ്രത്യേകമായി ഒരു മാനസിക ഐക്യാന്തരീക്ഷം ഉണ്ടാക്കി മുന്നേറുവാനുമുള്ള ഒരു പ്രത്യേക സംവിധാനം ഇങ്ങനെയുള്ള സംഘടനകളിലൂടെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇനിയും ഈ പ്രപഞ്ചത്തിൽ, ഈ ഭാരതഖണ്ഡത്തിൽ നമുക്ക് ഉന്നത ശീർഷരായി നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിൽക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എൻ്റെ ആശംസകൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതുവത്സര ആശംസ കൂടി നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സമുദായത്തിൽപ്പെട്ട അനേകം പേർ കലാ സാംസ്കാരികമായ രംഗങ്ങളിലും അല്ലാതെ എല്ലാ രംഗങ്ങളിലും തിളങ്ങി നിൽക്കുന്നുണ്ട്. അവരിൽ പലരും ഒരുപക്ഷെ സമുദായം എന്ന് പറയാൻ മടിയുള്ളവരാണ് കൂടിയാണ്. ഇവിടെ സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരി മായാ വിശ്വനാഥിനെ രണ്ടു വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ വലിയൊരു പ്രാസംഗികയോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിയോ ഒന്നുമല്ല. കാരണം നമുക്ക് വലിയ മഴ പെയ്യുമ്പം ആ വലിയ മഴ നല്ല സുഖമായിരിക്കും. പക്ഷെ ചെറിയ ചാറ്റൽ മഴ വരുമ്പം അത് നമുക്കൊരു അസ്വസ്ഥതയായിരിക്കും. കാരണം ഇത്രയും നേരം നമ്മൾ കേട്ടത് ടി.കെ. സാറിൻ്റെ ആയാലും നമ്മുടെ XMLA ആയാലും അതിനു മുമ്പ് പ്രസംഗിച്ച ശ്രീകുമാർ സാറിൻ്റെ ആയാലും നല്ല നല്ല വചനങ്ങളായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വന്ന് പറയുമ്പം അതൊരു ചാറ്റൽ മഴയുടെ പോലെ ഒരു അസ്വസ്ഥതയാവും. എന്നാലും ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പം എന്തെങ്കിലും പറയണം. അത് എനിക്കും നിങ്ങൾക്കും മനസ്സിലാവുന്നൊരു ഭാഷ, ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഷ, സ്നേഹത്തിൻ്റെ ഭാഷ. അതിൽ ഞാൻ തുടങ്ങാം. ആദ്യം തന്നെ പുതുവത്സര ആശംസകൾ നേരുന്നു എല്ലാവർക്കും. XMLA സാർ പറഞ്ഞ മാതിരി അതിൽ നിന്ന് തന്നെ തുടങ്ങാം. പണ്ട് മന്നത്ത് പത്മനാഭൻ സാറ് അദ്ദേഹം പോലെയൊക്കെ അത് 100 വർഷങ്ങൾക്ക് മുന്നേ, ആ 100 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കാണിച്ച ആ വലിയൊരു മനസ്ഥിതി അല്ലെങ്കിൽ വലിയൊരു ചിന്താഗതി ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ പലവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും അത് ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണെന്ന്. വിദ്യാഭ്യാസം കൂടിപ്പോയത്, അന്ന് ഇത്രയും വിദ്യാഭ്യാസമില്ല. അദ്ദേഹവും വിദ്യാഭ്യാസം പിന്നെയാണ് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം വരുന്നതിന് മുന്നെയാണ്, 100 വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ അദ്ദേഹം നേടുന്നതിന് മുന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും അത്രയും വലിയൊരു മനസ്സിൻ്റെ ഉടമയായത്. ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ എത്രയോ പേർക്ക് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായപ്പോൾ നമുക്ക് വിവേകവും അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയും കാഴ്ചപ്പാടുകളും ചുരുങ്ങി വരുന്നതായിട്ടാണ് കാണുന്നത്. നേരത്തെ ടി.കെ. സാർ പറഞ്ഞ മാതിരി
ഞാൻ ഹിന്ദു ആയതിലോ അതെൻ്റെ കുറ്റമല്ല. വേറൊരാൾ ക്രിസ്ത്യനായതോ മുസ്ലിം ആയതോ പൊലയനായതോ അവരുടെ കുറ്റമല്ല. അതൊരു പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. ഞാൻ ചില സമയത്ത് എൻ്റെ ചില ഫ്രണ്ട്സുകൾ നായരാണ്, പേര് കൂട്ടത്തിൽ വാലില്ല. അതെൻ്റെ അച്ഛൻ്റെ വലിയൊരു മനസ്സാണ്. വാല് വേണ്ട, എന്തിനാണ് എൻ്റെ മോളെ ജാതി ഭേദം ആയിട്ട് വേർതിരിക്കുന്നതെന്ന് ആ ഒരു വലിയ മനുഷ്യൻ്റെ ചിന്താഗതിയുടെ രീതിയിലായിരിക്കും. ഞാനും അത് കണ്ടു വളർന്നുകൊണ്ടായിരിക്കാം ഞാൻ മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ്. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്ന സ്ത്രീയോ പുരുഷനോ ഒന്നോ ഭേദമില്ലാതെ വ്യക്തികളെ അംഗീകരിക്കുക. അതാ കഴിവുള്ള ആരോ ആവട്ടെ അവരെ അംഗീകരിക്കാനാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പം ഞാൻ ചില സമയം തമാശയായിട്ട് പറയാറുണ്ട്, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചിട്ട് ഒരു സിസ്റ്റർ വിചാരിച്ചാൽ മതി എന്നെ മതം മാറ്റാൻ പറ്റും അല്ലേ? തീർച്ചയായും എന്നെ കൊണ്ടൊരു ക്രിസ്ത്യാനിയുടെ അടുത്തോ ഒരു മുസ്ലിമിൻ്റെ അടുത്തോ ഒരു സിസ്റ്റർ എന്നെ കൊണ്ട് കിടത്തുകയാണെങ്കിൽ ഞാൻ ആ രീതിയിലായിരിക്കും വളരുന്നത്. എനിക്കെങ്ങനെ അറിയാൻ പറ്റും എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ വളർന്നത് ഒരു ഹിന്ദു ആണ് നായരാണെന്ന് ഞാൻ എങ്ങനെ അറിയാൻ പറ്റും? എൻ്റെ അമ്മയ്ക്കും അറിയാൻ പറ്റില്ല. നമുക്ക് കഥകളിൽ കൂടെയോ അല്ലെങ്കിൽ സിനിമയിൽ കൂടെയോ സീരിയൽ കൂടെ നമുക്ക് പറയാൻ പറ്റും, രക്തത്തിനെ തിരിച്ചറിയാൻ പറ്റും. അതൊക്കെ ചുമ്മയാണ്. ആർക്കും ആരെയും തിരിച്ചറിയാനൊന്നും പറ്റില്ല. അദ്ദേഹം പറഞ്ഞ വലിയൊരു കാര്യമാണ് നമ്മൾ എന്താണെന്ന് നമ്മളെ തിരിച്ചറിയുക, നമ്മളെ വ്യക്തികളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുക. ചിലപ്പോൾ എൻ്റെ ശരി എൻ്റെ തെറ്റ് അത് വേറൊരാൾക്ക് ശരിയും തെറ്റും ആവണമെന്നില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള നിലപാടുകൾ കാണും, എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണും, എൻ്റെതായിട്ടുള്ള ചിന്തകൾ കാണും, എൻ്റെതായിട്ടുള്ള വഴികളും കാണും. അത് എൻ്റെത് മാത്രമാണ്. മറ്റുള്ളവർക്ക് അതേപോലെയുണ്ട്, നമ്മളത് മാനിക്കണം. എനിക്ക് എൻ്റെ വ്യക്തിത്വം ആരെയും കാണിക്കണമില്ല. അത് ഞാൻ സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാനോ മറ്റുള്ളവരുടെ ഇത് നമ്മളെ അടിച്ചേൽപ്പിക്കാനോ വരാൻ പാടില്ല. കാരണം മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ആ വലിയൊരു മനുഷ്യൻ്റെ ആശയങ്ങളും ആദർശങ്ങളുമാണ് ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഉണർന്നതിൻ്റെയും ഉയരത്തിലെത്തിയതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു പേരും വലുതായിട്ട് കാണുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സൊസൈറ്റിയിലായാലും സാംസ്കാരികത്തിലായാലും നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ കോളേജ് വിദ്യാഭ്യാസ മേഖലയിലായാലും അദ്ദേഹം കൊണ്ടുവന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ ഇന്നും നമ്മൾ ആ മാറ്റങ്ങൾ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ എവിടെയൊക്കെയോ നമ്മുടെ പല മനസ്സുകളിലും ചിന്തകളിലും വന്നത് ഇന്ന് നമുക്ക് കാണുന്നത് കുട്ടികളിലുള്ള ഒരു വായനാശീലമാണ്. അദ്ദേഹം TK സാർ പറഞ്ഞ മാതിരി ഒരു വലിയൊരു കാര്യമാണ്. ഞാനത് പറയാൻ ആഗ്രഹിച്ചാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ പറയാനല്ല ആഗ്രഹിച്ചത്. അദ്ദേഹം കുറച്ചും കൂടി വലിയ രീതിയിൽ ആണ് പറയാൻ പറഞ്ഞത്. നമ്മൾ ഒരാൾക്ക് രക്തദാനം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ചാരിറ്റി ചെയ്യുന്നതല്ല. ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ ചേർത്ത് നിർത്തുന്നത് അവർക്ക് കിട്ടുന്നൊരു ഊർജമാണ്, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു ശക്തിയാണ്. നമുക്ക് ഒരാളെ മനസ്സ് തുറന്ന് ചിരിച്ചാൽ മതി. ഇന്ന് എത്ര പേർക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്നത്? നമ്മൾ മലയാളികൾ തമ്മിൽ മുഖം നോക്കുമ്പോൾ ചിരിക്കാൻ അറിയില്ല. എല്ലാവർക്കും എന്തോ തിരക്കാണ്. പക്ഷെ വിദേശികളെ കണ്ടിട്ടുണ്ടോ? അവർ ഹായ് പറയും, ഹലോ പറയും, ഒരു ചിരി തരും. അത് എത്ര സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടുന്നൊരു സാധനമൊന്നുമല്ല. വേറൊള്ള മുഖത്ത് കിട്ടുന്നൊരു ചിരി, സന്തോഷം നമുക്ക് കിട്ടുന്നൊരു ഊർജമാണ്. അത് ഇനി വളർന്നു വരുന്ന തലമുറകൾ ചിരിക്കാൻ പഠിക്കണം ഉറപ്പായിട്ട്. കാരണം പണ്ട് ഇത് ഗുരുകുല വിദ്യാഭ്യാസത്തിലൊക്കെ ആ സമ്പ്രദായങ്ങളുണ്ട്. ഞാനൊരു ചെറിയ കഥ പറഞ്ഞോട്ടെ, എനിക്കറിയില്ല സമയമുണ്ടോ എന്ന്, പക്ഷെ ഇവിടെ കുട്ടികൾ ഇരിക്കുന്നുകൊണ്ടാണ് അതെനിക്ക് പറയണമെന്ന് തോന്നിയത്. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസമുണ്ട് ആയിരുന്നു. എനിക്ക് തോന്നുന്നു മന്നത്ത് പത്മനാഭൻ സാറൊക്കെ ആ ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിൽ കാരണം കാണാൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഇതൊക്കെ ഇന്ന് മോഡേൺ ചിന്താരീതിയിൽ എന്താ കോൺക്രീറ്റ് ഇട്ട ഒരു വിദ്യാഭ്യാസ മേഖലയാണ്. ആ വിദ്യാഭ്യാസ മേഖല മാർക്ക് മാത്രമേ ഉള്ളൂ. ഒരു കുട്ടി 100% മാർക്ക് വാങ്ങിച്ചിട്ട് ഒരു കാര്യവുമില്ല. അത് അവന് കൊണ്ടോ സൊസൈറ്റിക്ക് കൊണ്ടോ അവൻ്റെ വീട്ടുകാർക്ക് അതുകൊണ്ട് ഉപകാരമില്ല. എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാർക്ക് കുറയ്ക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് സ്വന്തമായി ഒരു ഫോം പൂരിപ്പിക്കാൻ അറിയാം? എത്ര പേർക്ക് ഒരു കണ്ണിൽ നോക്കി ഒരാളോട് നന്നായി സംസാരിക്കാൻ പറ്റും? ഇതൊന്നും ഒരു കോൺക്രീറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ ഇല്ല.
പക്ഷെ ഗുരുകുല വിദ്യാഭ്യാസ മേഖലയിലുണ്ട് ഉറപ്പായിട്ട്. കാരണം അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞൊരു മഹത്തായ വചനമുണ്ട്, ബിരുദം എന്ന് പറയുന്ന ഒരു കടലാസ് കഷ്ണം മാത്രമാണ്, പക്ഷെ ഒരാളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ പെരുമാറ്റത്തിൽ കാണപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ ഒരു ചെറിയൊരു കഥ പറയാന്ന് വെച്ചു. ഒരു 3 ശിഷ്യന്മാർ ഗുരുകുലത്തിൽ നിന്ന് പഠിച്ചിറങ്ങി. അപ്പൊ ഗുരുവിനോട് ചോദിച്ചു, എന്താണ് തരേണ്ട ഗുരുദക്ഷിണ എന്ന് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു നിങ്ങൾ എനിക്ക് 3 കൂവളത്തിന് ഇല കൊണ്ടുവരണം. ആദ്യം അദ്ദേഹം പറഞ്ഞു വേണ്ട, നിങ്ങൾ ഗുരുദക്ഷിണയൊന്നും തരണ്ടെന്ന്. പക്ഷെ ഈ 3 ശിഷ്യന്മാരും അത് സമ്മതിച്ചില്ല. ശരി, 3 കൂവളത്തിലല്ലേ, അത് വളരെ നിസ്സാരമാണ്. കാരണം നമ്മൾ പലരും നിസ്സാരമായി കാണുന്നത് നിസ്സാരമല്ല. ഈ 3 ശിഷ്യന്മാരും ആ ഗ്രാമത്തിൽ ഒരു കൂവളത്തില ഇലയ്ക്ക് വേണ്ടി നടന്നു. ആദ്യം ചെന്ന് കയറിയത് ഒരു അമ്പലത്തിലായിരുന്നു. അമ്പലത്തിൽ നിറയെ കൂവളത്തില മരങ്ങളും ഇലകളും നിൽക്കുന്നു. അപ്പൊ 3 ശിഷ്യന്മാരും ചെന്ന് അമ്പലത്തിന്റെ ഭാരവാഹികളോട് ചോദിച്ചു, എനിക്ക് 3 കൂവളത്തിന്റെ ഇലയുണ്ട്, തരാമോ? അതൊരു ശിവന്റെ ക്ഷേത്രമായിരുന്നു. അവർ പറഞ്ഞു തരാൻ പറ്റില്ല, ഈ കൂവളത്തിന്റെ ഇലകൾ കൊണ്ടാണ് ശിവന് അതിരാവിലെ നിർമ്മാല്യ പൂജകളും ബാക്കി കാര്യങ്ങളും ചെയ്യുന്നത്, തരാൻ ബുദ്ധിമുട്ടാണ്. ഈ ഗ്രാമത്തിൽ ഒരുപാട് കൂവളത്തല മരങ്ങളുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും അവര് നിരാശയായില്ല. പിന്നെയും കുറെ ദൂരം നടന്നപ്പോൾ ഒരു വീട്ടിൽ കൂവളത്തിന്റെ മരം നിൽക്കണത് കണ്ടു. ആ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴും ഗ്രഹനാഥനോട് ചോദിച്ചു, 3 ഇല മതി. അപ്പൊ ഗ്രഹനാഥൻ പറഞ്ഞു, ഇല്ല, ഇതിൽ നിന്ന് 1 ഇല പോലും പറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം വേറെയൊന്നുമല്ല, ഈ കൂവളത്തിന്റെ ഇല കൊണ്ടാണ് എൻ്റെ അമ്മ കിടപ്പിലാണ്, എൻ്റെ അമ്മയ്ക്ക് ഇതിന്റെ വെള്ളം ഇട്ട് തിളപ്പിച്ചിട്ടാണ് എൻ്റെ അമ്മയെ കുളിപ്പിക്കുന്നത്, അത് തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പിന്നെയും അവര് നടന്നു. ഗ്രാമങ്ങളുടെ ഇരുവശങ്ങളും കൂവളത്തിന്റെ മരം കാണുന്നുണ്ടായിരുന്നു. കൂവളത്തിന്റെ മരത്തിൽ ആ ഗ്രാമത്തിന്റെ തലവനോട് ചോദിച്ചു, 3 ഇല മതി, തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഗ്രാമത്തിന്റെ തലവൻ പറഞ്ഞു, ഇല്ല, തരാൻ പറ്റില്ല, ഈ കൂവളത്തിന്റെ ഇല കത്തിച്ച് അതിന്റെ ചാമ്പലെടുത്തിട്ടാണ് ഇവിടെ കൃഷിക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നത്, തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഇവരിങ്ങനെ നടന്നു. നേരം ഇരുട്ടി തുടങ്ങി. ഗുരുവിന് കൊടുത്ത വാക്കുകളും പാലിക്കണം. അവരൊരു ആറിന്റെ തീരത്ത് ചെന്നിരുന്ന് എന്ത് ചെയ്യും? നിസ്സാരമായെന്ന് നമ്മൾ കരുതിയ കൂവളത്തിന്റെ ഇല ഇത്രയും പ്രാധാന്യമുള്ളതാണോ എന്ന് അപ്പോഴാണ് ശിഷ്യന്മാർ ചിന്തിച്ചു തുടങ്ങിയത്. അവർ വളർന്ന് തളർന്നിരിക്കുമ്പോഴാണ് അതിലൊരു ശിഷ്യൻ കാണുന്നത് ദൂരേന്ന് ആറ്റിക്കൂടെ കുറെ കൂവളത്തിന്റെ ഇലകൾ വരുന്നത്. അപ്പൊ അത് മറ്റുള്ള ശിഷ്യന്മാരെ കാണിച്ചു കൊടുത്തപ്പം അവർ ഓടിച്ചാടി ചെന്ന് ഇറങ്ങി. ആ അടുത്ത് വന്നപ്പം അതിലൊരു ശിഷ്യൻ ചെന്ന് ചാടി എടുക്കാൻ നേരത്ത് ഒരു ശിഷ്യൻ പറഞ്ഞു, വേണ്ട, എടുക്കണ്ട, അതിൽ കണ്ടില്ല ഒരു കൂട്ടം ഉറുമ്പം കൂട്ടങ്ങൾ ഇരിക്കുകയാണ്, മുട്ടകളുമുണ്ട്, അത് തൊടല്ലേ. അപ്പൊ അതിലൊരു ശിഷ്യൻ പറഞ്ഞു, തൊട്ട എന്താ, നമ്മൾ ഗുരുവിന് കൊടുത്ത വാക്കല്ലേ, ഗുരു നമ്മുടെ ചോദിച്ച ഗുരുദക്ഷിണയല്ലേ, അതങ്ങ് കളഞ്ഞാൽ പോരെ, അവരെന്തിനാ നമ്മൾ നോക്കുന്നത്, അതങ്ങ് ഉപേക്ഷിച്ചിട്ട് അവരെ കൊന്നിട്ട് നമുക്ക് ആ 3 ഇല എടുക്കാം. അപ്പൊ മറ്റേ ശിഷ്യൻ പറഞ്ഞു, ഗുരു നമ്മളോട് പറഞ്ഞിട്ടില്ലേ, ആരെയും വേദനിപ്പിക്കല്ലേ, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കരുത്, ആരുടെയും സന്തോഷത്തിന് നമ്മൾ എതിര് നിൽക്കല്ലേ, വേണ്ട, നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ അതവിടെ ഉപേക്ഷിച്ചിട്ട് സന്ധ്യ കഴിഞ്ഞു, ത്രിസന്ധ്യയും കഴിഞ്ഞു. അവർ ചെന്ന് ഗുരുകുലത്തിൽ ചെന്നിട്ട് ഗുരുവിൻ്റെ മുന്നിൽ ചെന്ന് സാഷ്ടാംഗം വീണിട്ട് പറഞ്ഞു, ഗുരുവെ ക്ഷമിക്കണം, വേറെയൊന്നുമല്ല, ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞ 3 കൂവളത്തില എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല, ക്ഷമിക്കണം, അത് നിസ്സാരമായി ഞങ്ങൾ കണ്ടതാണ്, പക്ഷെ അതിന് ഇത്രയൊരു വിലയുണ്ടെന്ന് മനസ്സിലാക്കിയത് ഇന്നാണ്, എന്തുകൊണ്ടാണ് നിങ്ങളത് എടുക്കാത്തെന്ന് ഗുരു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ഇതാണ് നിങ്ങൾ എനിക്ക് തന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ. കാരണം നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. ഈ ലോകത്തൊന്നും നിസ്സാരമല്ല, ആരും നിസ്സാരമല്ല. ഒരാളുടെ സന്തോഷത്തെ ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മളൊന്നും കൈക്കലാക്കിയ അത് നിൽക്കില്ല. അതാണ് അദ്ദേഹം കൊടുത്ത ഓരോ ചിന്തകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ. അതിന്ന് നമ്മുടെ ഈ ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. എത്ര പേര് അന്ന് ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, ഞാൻ പഠിച്ച സമയത്ത് സ്കൂളിൽ കോൺക്രീറ്റ് ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളാണെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ പുറത്തു നിന്നാണ് വിദ്യാഭ്യാസം തന്നുകൊണ്ടിരുന്നത്. സത്യമാണ്. അതുകൊണ്ടാണ് എനിക്ക് പ്രകൃതി എന്താണെന്നും നമ്മുടെ ചുറ്റും എന്താണെന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനെക്കാട്ടിയും വലിയൊരിതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ അച്ഛൻ. ഞാൻ തീർച്ചയായും എൻ്റെ അമ്മൂമ്മ, പിന്നെ എനിക്ക് കിട്ടിയ ഗുരുക്കന്മാർ, മാതാ പിതാ ഗുരു ദൈവം. ആദ്യം മാതാവ്,
തീർച്ചയായും മാതാവ് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ അധ്യാപിക. ആദ്യത്തെ ദൈവം നമ്മുടെ അമ്മ തന്നെയാണ്. ആ അമ്മയാണ് അച്ഛൻ ആരാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. ആ അച്ഛൻ വഴിയാണ്, അമ്മ കാണിച്ചു തന്ന ആള് തന്നെയാണ് നമ്മുടെ അച്ഛൻ. ആ അച്ഛനാണ് വിദ്യാഭ്യാസത്തിന്റെ ലോകത്തിലേക്ക്, അറിവിന്റെ ലോകത്തായ ഗുരുവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊടുക്കുന്നത്. ആ ഗുരുവാണ് നമ്മളെ ദൈവത്തിനെ കാണിക്കുന്നത്. ദൈവം നമ്മൾ തന്നെയാണ്. ഓഷ പറഞ്ഞിട്ടില്ലേ, നമ്മൾ എവിടെ ഇരിക്കുന്നോ അവിടെ ദൈവമുണ്ട്, നമ്മൾ എവിടെ മരിക്കുന്നോ അവിടെ ദൈവം മരിക്കുന്നു. നമ്മൾ ഇരിക്കുന്നിടത്താണ് ദൈവം, നമ്മൾ തന്നെയാണ് ദൈവം. കാരണം നമ്മുടെ അമ്പലങ്ങൾ കാണാറുണ്ട് തത്വമസി, നമ്മൾ തന്നെയാണ് നമ്മുടെ ദൈവം. അത് മനസ്സിലാക്കുക. നമുക്ക് എത്രത്തോളം ഉയർന്ന ചിന്താഗതികൾ വരുമോ, എത്രത്തോളം ഉയർന്ന കാഴ്ചപ്പാടുകൾ വരുന്നോ, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് TK സാറ്. കാരണം അദ്ദേഹം എവിടെ നിൽക്കുന്നതാണ്, എത്ര ഡൗൺ എർത്ത് പേഴ്സൺ ആയിട്ടാണ് നമ്മളോട് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം നമ്മുടെ XML രവിസാറിനോട് പറഞ്ഞില്ലേ, നിർദ്ദേശമല്ല എൻ്റെ റിക്വസ്റ്റാണ്. അതെത്രയാണ് നമ്മളിൽ പലർക്കും ഒരു പൊസിഷനിൽ 1-10 പേര് അറിയപ്പെടുമ്പോൾ അഹങ്കാരം ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് കാണാത്ത കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ ഈ 30 വർഷം കലാജീവിതത്തിൽ അഭിനയിക്കുമ്പോൾ അതിലൊന്ന് ഞാൻ ഇപ്പം കണ്ടതാ TK സാറിനെയും, പിന്നെ നായർ സാറിനെയും, പിന്നെ ഒന്ന് മോഹൻലാലിനെയും. എനിക്ക് അഭിമാനത്തോടെ, കാരണം ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ ഇടയിൽ ഭയങ്കര, ഞാൻ മോഹൻലാൽ ഫാനൊന്നുമല്ല, പക്ഷെ അദ്ദേഹത്തിന് ചെന്ന് പെരുമാറുമ്പോൾ എത്ര ഡൗൺ എർത്ത് പേഴ്സൺ ആയിട്ടാണ് അദ്ദേഹം നമ്മളോട് പെരുമാറുന്നത്. അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ, അദ്ദേഹത്തിൻ്റെ, അങ്ങനെ കുറച്ച് പേര്, പിന്നെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഇനി വരുന്ന സമൂഹത്തിനോട് അല്ലെങ്കിൽ വരുന്ന തലമുറകളോട്, കുട്ടികളോട് നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ പെരുമാറുന്ന മാതാപിതാക്കൾ, അത് കണ്ട് വളർന്നാണ് നമ്മൾ ചില കാര്യങ്ങൾ പറയില്ലേ, ആ കുട്ടിയുടെ അച്ഛനമ്മ എത്ര നല്ലതാണ്, ഈ കുട്ടി എന്ത് ഇങ്ങനെ ആയിപ്പോയത്, തിരിച്ചും പറയാറില്ല. എന്തുകൊണ്ടാണ് നമ്മൾ കണ്ടു വളർന്ന ശീലങ്ങൾ, പിന്നെ നമ്മുടെ സന്തത സഹചാരങ്ങളുടെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ ഒരുപാട് ഉയരത്തിലെത്തുന്നത്. എന്തായാലും നിങ്ങൾ ഒരുപാട് വായിക്കുക. വായന ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ നമുക്ക് ഒരുപാട് ഉയരത്തിലെത്താൻ പറ്റും. ഒരു ഇന്റർവ്യൂവിന് പോയാൽ പോലും നമ്മുടെ വ്യക്തിത്വം വായനയിൽ കൂടെ തീർച്ചയായും ചെയ്യാൻ പറ്റും. എത്രത്തോളം വായിക്കാമോ അത്രത്തോളം അറിവ് നേടുക. അത് പാഠപുസ്തകങ്ങൾ കൂടെയല്ല, നമ്മുടെ സൊസൈറ്റിയിലും ഒന്ന്, സമൂഹത്തിനോടും ഒന്ന് നോക്കുക. എന്തായാലും മന്നത്ത് പത്മനാഭൻ സാറിൻ്റെ ഈ 147ാമത്തെ ജയന്തിയിൽ വരാനും നിങ്ങളെ കാണാൻ കഴിഞ്ഞതും, ഇത്രയൊരു ആൾക്കാരെ, മഹത്തായ ആൾക്കാരെ പരിചയപ്പെടാൻ കഴിഞ്ഞതും, അവരുടെ സംസാരത്തിൽ കൂടെ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ കഴിഞ്ഞതും എൻ്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ മുന്നേറ്റമാണ്. അതിനോട് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടിയും എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും പുതിയ പുതിയ മാറ്റങ്ങളും ആശയങ്ങളും ഒരുപാട് നല്ല ഐശ്വര്യങ്ങളും നന്മകളും ജഗദീശൻ നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം, അത് എനിക്കറിയില്ല എത്രത്തോളം കത്തിയായെന്ന്. ഇനി എന്നെ കാണുമ്പോൾ കത്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എന്താ പറയുന്ന വർക്ക് കാണാതിരിക്കല്ലേ. ഈ ഒരു കലാകാരി ആയത് തന്നെ എന്നെക്കാട്ടി ഒരുപാട് കഴിവും എല്ലാം ഉള്ളൊരു പുറത്ത് നിൽക്കുമ്പം ഇതെനിക്ക് കിട്ടിയ ഒരു ദൈവാനുഗ്രഹം മാത്രമാണ്. ഇനി എൻ്റെ ലൈഫിൽ കിട്ടുന്ന എല്ലാം ബോണസാണ്. ഒരിക്കൽ കൂടെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. തുടക്കത്തിൽ ഞാനൊരു പ്രാസംഗികയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയെങ്കിലും നല്ലൊരു പ്രാസംഗികയാണെന്ന് മായ തെളിയിച്ചിരിക്കുകയാണ്. അടുത്തതായി ബിന്ദു നായർ. ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. നായർ എന്ന പേരിൻ്റെ, എൻ്റെ ബാലറ്റത്ത് നായർ എന്നുള്ളൊരു പേരുണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളിൽ പുറകോട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയാണ്, കലാജീവിതത്തിലാണെങ്കിലും എല്ലായിടത്തും. പക്ഷേ നായരെന്നുള്ളൊരു ഇത് പറയല്ല, പക്ഷെ അതെൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഞാൻ കലാജീവിതത്തിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും മുന്നോട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനന്തപുരം നായർ സമാജം തിരുവനന്തപുരം 147ാമത് മന്നം ജയന്തി വന്ന്, ഇപ്പോൾ സാർ പറഞ്ഞാൽ മന്നത്തപ്പൂപ്പൻ, ഞാനും മന്നത്തപ്പൂപ്പൻ എന്നാണ് വിളിച്ച് ശീലിച്ചിട്ടുള്ളത്. എൻ്റെ അമ്മൂമ്മയുടെയൊക്കെ ഒരു ബന്ധമായിട്ട് വരും. എന്തോ എനിക്കറിയില്ല, അത്ര അകത്തുള്ള ബന്ധമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ മന്നത്തപ്പൂപ്പൻ എന്നാണ് ഞാനും കൊച്ചിലെ മുതൽ വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ന് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത് ഞാൻ ദൈവത്തോട് 100 നന്ദി പറയണം ആദ്യമായിട്ട്. കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം എനിക്ക് വരുന്നത്.
അതിന് ദിനകരൻ ചേട്ടനോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. പിന്നെ കൂടുതൽ വാക്കുകളൊന്നും എനിക്ക് ആരോടും പറയാനില്ല. നമ്മൾ ജാതി മതവും ഒന്നും ഇല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞാലും മന്നത്തപ്പൂപ്പൻ അതെല്ലാവരും പഠിപ്പിച്ചു കഴിഞ്ഞാണ്. എല്ലാ ജാതിയും ഒന്നാണെന്നുള്ളത് മന്നത്തപ്പൂപ്പൻ പഠിപ്പിച്ചാണ്. ഇപ്പം നമ്മളെല്ലാവരും അതേപോലെ തന്നെയാണ് ജീവിക്കുന്നത്. ഒരു ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. എല്ലായിടത്തും നമ്മൾ എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതും ജീവിച്ചുകൊണ്ട് പോകുന്നതും, കലയിലാണേലും എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ എല്ലാവർക്കും എല്ലാവരോടും ഒരുപാട് നന്ദി ആശംസകൾ നേർന്നുകൊണ്ട് ഈ പുതുവത്സരത്തിൽ പ്രത്യേകിച്ച് വിശിഷ്ട അതിഥി സാറൊക്കെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ഈ ഒരു ദിവസത്തിൽ. അപ്പം ഏറ്റവും കൂടുതൽ നന്ദി എല്ലാവരോടും പറഞ്ഞുകൊണ്ടും എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയ ദിനകരൻ ചേട്ടനോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഒരുപാട് താങ്ക്സ്. അടുത്ത 2 വാക്ക് വിദ്യ എസ് നായർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് അധികം സംസാരിക്കാൻ കഴിയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണ്. ചുമയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അതിന് ക്ഷമ ആദ്യമേ ചോദിക്കുകയാണ്. വേദിയെ സൈനികരായിരിക്കുന്ന മാന്യ വ്യക്തികൾക്കും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു സംസാരിക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ടാവും. അതിനെല്ലാവരും ക്ഷമിക്കണം. പ്രധാനമായും ഇന്ന് 147ാമത് മന്നം ജയന്തി ദിനാഘോഷത്തിൻ്റെ ഭാഗമായി അനന്തപുരം നായർ സമാജം നടത്തുന്ന ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഈ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രിൻസിപ്പൽ സെക്രട്ടറി TKS നായർ സാറിൻ്റെ കൂടെ വേദി പങ്കിടാൻ സാധിച്ചതിലും, അതുപോലെ വട്ടിയൂർക്കാവ് രവി MLA സാറിൻ്റെ കൂടെയും അതുപോലെ മറ്റുള്ള മാന്യ വ്യക്തികളുടെ കൂടെയും വേദി പങ്കിടാൻ സാധിച്ചതിലും, ഈ ഒരു വേദിയിൽ സംസാരിക്കാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം അറിയിക്കുന്നു. കൂടാതെ മന്നത്ത് ഭാരതകേസരി മന്നത്ത് പത്മനാഭ സാറിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് ഉള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സംസാരിക്കുമ്പോൾ കൂടുതലും ത്രോട്ട് പെയിനൊക്കെ വരുന്നത് കൊണ്ട് എനിക്ക് ചുമ വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ കഴിയാത്തത്. എല്ലാവർക്കും ഒരു പുതുവർഷവും ഒരു മന്നം ജയന്തി ദിനാഘോഷത്തിൻ്റെ ആശംസയും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങാണ്. അവരുടെ പേര് ആദ്യമായി ആചാര്യ ശ്രീ മെഹൻ ഡോക്ടർ ഷാജി K. നായർ, സൂര്യദേവ മഠം, കുബേര ആശ്രമം, യോഗ ആൻഡ് മെഡിറ്റേഷൻ സെൻറ്റർ. ഫെങ്ഷുവിലും വാസ്തുവിലും വളരെയധികം വിപുലമായി ലോകമൊട്ടാളും കൺസൾട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഗുഡ് ന്യൂസ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ജ്യോതിശാസ്ത്രത്തിൻ്റെ ഫെങ്ഷുയുടെ സംഭാവനകൾ കൊണ്ട് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുത്തു. മനോരമ ഓൺലൈൻ, കൗമുദി, കേരള പീപ്പിൾ തുടങ്ങിയ ചാനലുകളിൽ നിരവധി നിരന്തരം പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സേവനത്തിന് വേണ്ടി അനന്തപുരം നായർ സമാജത്തിൻ്റെ ഈ വർഷത്തെ ലെജൻഡറി അവാർഡാണ് കൊടുക്കുന്നത്. അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി മായ വിശ്വനാഥിനെ ഡയസിലേക്ക് ക്ഷണിക്കുന്നു. കൂടെ സാറിനെയും നല്ലൊരു കൈഡി കൊടുക്കാം. താങ്ക് യു മാഡം. താങ്ക് യു സർ. രണ്ടാമതായി സുഗന്ധി നായർ അവർകളാണ്. ആകാശവാണിയുടെ പാട്ടുകാരി, ബി ഹൈ ഗ്രേഡ് ലൈറ്റ് മ്യൂസിക് വിഭാഗത്തിൽ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. ND രാധാകൃഷ്ണൻ അവർകൾ, KP ഉദയഭാനു, പെരുമ്പാവൂർ G. രവീന്ദ്ര തുടങ്ങിയ വലിയ വലിയ വിശിഷ്ടമായിട്ടുള്ള കലാവേദികളിൽ സംഗീത സംവിധാനമായിട്ട് നിരവധി ഗാനം ആലപിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച വ്യക്തിയാണ്. ആകാശവാണിയിലെ സ്ഥിരം ഗായികയാണ്. കേരള സ്റ്റേറ്റ് ആർക്കിയോളജി ഉദ്യോഗസ്ഥയായിരുന്നു. ദൂരദർശൻ വാർത്താ അവതാരിക. മാരീഡ് ടു സംഗീത വിദ്വാൻ ശ്രീ കർണനമണി അദ്ദേഹമാണ്. 2 കുട്ടികളുണ്ട്. സംഗീത
ഈ സംഗീത ലോകത്തിൽ 50 വർഷം കിട്ടുന്ന മഹത് വ്യക്തിയാണ്. നല്ലൊരു കൈയടിയോടുകൂടി മാഡത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് കൊടുക്കുന്നതിനായിട്ട് ശ്രീ TK നായർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു പ്രോത്സാഹനം. 50 വർഷം ചെറിയ കാര്യമല്ല. താങ്ക് യു മാം. താങ്ക് യു സർ. മൂന്നാമതായി ഡോക്ടർ സജീഷ്ണയാണ്. ബ്യൂട്ടീഷ്യൻ രംഗത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നു. കോസ്മെറ്റോളജിയിൽ നൂതനമായ ഒരുപാട് രീതികൾ അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ട്രെൻഡ് സെറ്ററായിട്ടാണ് മാഡം വർക്ക് ചെയ്യുന്നത്. 10 കൊല്ലത്തെ കോൺട്രിബ്യൂഷൻ ഈ വേദിയിലുണ്ട്. മാഡത്തിന് അവാർഡ് കൊടുക്കുന്നതിനായിട്ട് ഞാൻ മായ വിസ്വാർ മാഡത്തിനെ ക്ഷണിക്കുന്നു. കയ്യിലേക്ക് കുറവ് വേണ്ട, കുഴപ്പമില്ല. താങ്ക് യു മാം. അടുത്തായിട്ട് ബിന്ദു നായർ മാമാണ്. സിനിമാ രംഗത്ത് ഏകദേശം 23 വർഷത്തെ സ്തുത്യർഹമായ സേവനം. സ്ക്രിപ്റ്റിംഗ്, ഡയറക്ഷൻ, ആർട്ട് ഡയറക്ടറി, സിനിമാറ്റോഗ്രാഫി എന്നുവേണ്ട എല്ലാ ഫീൽഡിലും കൈവച്ചു. ഇതും വളരെ സക്സസ്ഫുള്ളായി പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബിന്ദു മാഡത്തിന് നമ്മളുടെ ഒരു മൊമെൻ്റ് കൊടുക്കുന്നതിന് TK നായർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈഡിയാകാം. താങ്ക് യു മാം ആൻഡ് താങ്ക് യു സർ. അഞ്ചാമതായിട്ട് വിദ്യാ എസ് നായരാണ്. മോഡലിംഗ് രംഗത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. 2 ഫിലിമിൻ്റെ വർക്ക് കഴിഞ്ഞു. പുതിയ 2 വർക്ക് കൂടി വളരെ ഇൻഫ്ലുവൻഷ്യലായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ആ ആക്ട്രസിന് വേണ്ടി മൊമെൻ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ TK നായർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർ പ്ലീസ്. നല്ലൊരു കൈഡിയാകാം. അടുത്തായിട്ട് താങ്ക് യു മാം. താങ്ക് യു സർ. അടുത്തായിട്ട് താരാദേവി മാമാണ്. നെയിൽ ആർട്ടിസ്ട്രി എന്ന് പറയുന്ന നൂതനമായ രീതിയിൽ ദ ആർട്ടിസ്ട്രി എന്ന് പറയുന്ന കമ്പനിയുടെ ഫൗണ്ടറുമാണ്. 4 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയിൽ അവരുടെ പ്രതിഭാമുഖത്തെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡർ കൂടിയായ താരാദേവി മാഡത്തിനെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മാഡത്തിന് വേണ്ടി മൊമെൻ്റ് കൊടുക്കുന്നത് മായ വിശ്വനാഥ് മാമാണ്. നല്ലൊരു കൈഡിയാകാം. വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ്. താങ്ക് യു മാം. ഞാൻ അടുത്തായിട്ട് അപർണയാണ്. MSc ബയോ കെമിസ്ട്രിയിൽ 9ാം റാങ്ക് വാങ്ങിച്ചു. അപർണയുടെ നല്ല കയ്യിൽ കൂടി ഈ ദിവസം നമുക്ക് സ്റ്റേജിലേക്ക് ആദരിക്കാം. മലയാളത്തിൻ്റെ മൊമെൻ്റ് കൊടുക്കുന്നതിന് TK നായർ സാറിനെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അപർണയ്ക്ക് പകരമായിട്ട് അപർണയുടെ അമ്മയാണ് വരുന്നത്. നല്ലൊരു കയ്യിൽ കൊടുക്കുക. മാഡം ഡയസിലോട്ട് കയറുക. മകളുടെ സക്സസ്സിൽ അമ്മയെ പാത്താകുന്ന ഒരു നല്ല കാഴ്ചയാണ് ഇപ്പോൾ സ്റ്റേജിൽ നടക്കുന്നത്. നല്ലൊരു കയ്യിൽ കൊടുക്കുക. അടുത്തതായിട്ട് മറ്റൊരു മകളാണ് അനഘ SA. +2 എല്ലാ സബ്ജക്റ്റിലും A+ വാങ്ങിച്ച് വളരെ സക്സസ്ഫുള്ളായി പാസ്സായി. അനഘ മോൾ പ്ലീസ് കം ടു ദ ഡയസ്. മായ മാഡത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മകളുടെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടി നല്ലൊരു കൈഡിയാകാം. പറഞ്ഞു സർ. താങ്ക് യു സർ. അടുത്തായിട്ട് അനഘ R നായരാണ്. CBSE +2 എല്ലാ വിഷയങ്ങളും A ഗ്രേഡ് വാങ്ങി പാസ്സായി. അനഘ R നായറിന് വേണ്ടി ഫാദറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നല്ലൊരു ഹർഷാരമാകാം. വീണ്ടും ഒരു മകളുടെ സക്സസ് പാർട്ടി എന്നതിന് വേണ്ടി TK നായർ സാറിനെയും
മാഡത്തിനെ ഒരുമിച്ച് വിളിക്കുന്നു ഈ അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി. ഫാദറിന്റെ പേര് അഡ്വക്കേറ്റ് രാജീവ് എന്നാണ്. വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടി ഈ സംഘടനയുടെ ട്രഷറർ ശ്രീ PC പ്രമോദിനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, 147ാമത് മന്നം ജയന്തി ആഘോഷം അനന്തപുരം നായർ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന റെജൻസിയിൽ നടക്കുകയാണ്. നമുക്കറിയാം, ന്യൂ ഇയർ കഴിഞ്ഞു, ഒരു ദിവസം മാത്രമേ പുതുവത്സരം കഴിഞ്ഞിട്ടുള്ളൂ. ഈ വേളയിലും ഒരുപാട് തിരക്കുകൾക്കിടയിലും ഈ ഉദ്ഘാടനത്തിന് അധ്യക്ഷനായെത്തിയ ശ്രീ VK മോഹൻ അവർക്കും ഉദ്ഘാടകൻ നമുക്കെല്ലാം പ്രിയങ്കരനായ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഈ ശ്രീ TK നായർ സാർ അവർക്കും ഈ പ്രോഗ്രാമിൽ മന്നം ജയന്തി സന്ദേശം വളരെ വിപുലമായി മന്നത്തിന്റെ ഒരു ആർക്കിടെക്ചറിൽ നമുക്ക് വിവരിച്ചു തന്ന ശ്രീ വട്ടിയൂർക്കാവ് രവി MLA അദ്ദേഹത്തിനും, ആശംസയിൽ വന്ന ശ്രീ ശ്രീകുമാർ വിചാരബിന്ദു, മായ വിശ്വനാഥ് മാഡം, ബിന്ദു നായർ, കൂടാതെ എൻ്റെ ജ്യേഷ്ഠതുല്യനായിട്ടുള്ള ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും സെക്രട്ടറിയുമായ ശ്രീ ദിനേരൻ പിള്ളയ്ക്കും, അതോടൊപ്പം ഏകദേശം 10ഓളം പേര് അവരുടെ പ്രതിഭാവൈപുല്യമായിട്ടുള്ള ജീവിതത്തിന്റെ സക്സസിന്റെ ഭാഗമായി ഇവിടെ മൊമെന്റോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്കും നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെ വിശിഷ്ടാധികാരത്തിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏകദേശം 2 മണിക്കൂറിന് മുകളിലായിട്ട് ക്ഷമയോടെ ഈ പുനർവിചിന്തനങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കാൻ എത്തിയ സമയത്ത് വളരെ തുറന്ന മനസ്സോടെ അത് സ്വീകാര്യത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ കോ സ്പോൺസറായി വന്നിട്ടുള്ള ഭീമ, സ്ഥിരം ഞങ്ങൾക്ക് എല്ലാ വർഷവും സ്പോൺസർ ചെയ്യുന്നതാണ്, ഭീമയിലെ ഒഫീഷ്യൽസിനും, അതോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് മറഞ്ഞു പോയതാണ് നമ്മളുടെ ഈ പ്രോഗ്രാമിന്റെ ബാക്ക് ബോണായി നമുക്ക് ഒരുപാട് സപ്പോർട്ടും പ്രശംസയും തന്ന് നമ്മളെ കൂടെ കൈപിടിച്ചെന്ന ഒരു ഓർഗനൈസേഷനാണ് ട്രാവൽ സ്പോക്കിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കൃഷ്ണകുമാർ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി കവിതാ കൃഷ്ണകുമാർ ഇവിടെ സന്നിഹിതരായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കമ്പനി ട്രാവൽ സ്പോക്കിലും എന്നെ നന്ദി രേഖപ്പെടുന്നു. കൂടാതെ സർ റൈറ്റ്ലി എൻഡോസ് ചെയ്ത ഒരു കാര്യം കൂടി ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. TK നായർ സാറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ തന്നെ വളരെ പ്രബലമായിട്ടുള്ളൊരു ട്രസ്റ്റ് ഉണ്ട്, സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്നാണ്. ആ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരുപാട് അനവധി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, 1 രൂപ പോലും ആരുടെ കയ്യിൽ നിന്നും വാങ്ങാതെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കണ്ടക്ട് ചെയ്യും. ആ ക്യാമ്പിൽ വരുന്ന ബ്ലഡ് നമ്മൾ നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. നായർ സമാജത്തോടൊപ്പം നിന്നുകൊണ്ട് സാർ പറഞ്ഞ പോലെ ഒരു നായറിനെ മാത്രം ഒരു സമാജമല്ല, ഇതൊരു കൂട്ടായ്മയാണ്. മന്നം എന്താണോ അദ്ദേഹം ആഗ്രഹിച്ചത് അതുപോലെ യൂണിറ്റി ഡൈവേഴ്സിറ്റി എന്ന രീതിയിൽ കുറച്ച് അധികം കുട്ടികളെ നമ്മൾ പ്രചോദനം കൊടുക്കുന്നതോടൊപ്പം കുറച്ച് ചാരിറ്റി വർക്കും സർവീസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാകും. നമ്മളിപ്പോൾ ഒരു വർഷത്തെ ഒരിക്കലാണ് കാണുന്നത്, തുടർന്ന് നമ്മൾ നല്ല നല്ല ആശയമായി കാണുന്നുണ്ടാകും. സാറിന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന JFM ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഞങ്ങൾ 3ഓളം ബ്ലഡ് ക്യാമ്പുകൾ പാർട്ണർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഡോക്ടർ കൃഷ്ണകുമാർ നമ്മുടെ ട്രാവൽ സ്പോക്ക് എന്ന കമ്പനിക്ക് അതിൻ്റെ കോ സ്പോൺസറായി വരുന്നത്. ആ ഒരു സന്തോഷത്തോടെ ഞാൻ നിങ്ങൾ എല്ലാവരുടെയും ഹാർദവം മനസ്സൂരിക്കാനായിട്ട് അറിയിക്കുകയാണ്. തുടർന്ന് നമ്മൾ ഈ ഒരു മന്നം എന്ന് പറയുന്ന ഒരു ലേബൽ ഇതിന് മാത്രമല്ല, ഒരുപാട് ചാരിറ്റബിൾ സർവീസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് 2ാം കൊല്ലം വിളിച്ചിട്ട് കമ്പനീസ് പറയുകയാണ് നിങ്ങൾ അത്തരത്തിലുള്ള പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്യണം. ഹെൽപ്പിംഗ് ഹാൻഡ് ഒരുപാട് പേരുണ്ട്. നായർ സാറിനെ പോലെ വളരെ എമിനൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമുക്കുള്ളത്. ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഏകദേശം 7ഓളം മാധ്യമപ്രവർത്തകർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ടാക്കിയ ബിനുവെന്ന് റീജൻസി ടവർ മാനേജ്മെന്റിനും എന്നെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ന്യൂ ഇയർ അഹെഡ്. ബൈ.